അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ബാത്തി. പതിവ് പോലത്തെ ഒരു ഡെയിലി റുട്ടീൻ വീഡിയോ ആണ് ഇന്നത്തെ എന്ന് വേണമെങ്കിൽ പറയാം. രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ മീൻ വന്നിരുന്നു. ഇന്ന് വങ്കടയാണ് മീൻ കിട്ടിയത്. ഉമ്മയും കൂടെ ഉള്ളതുകൊണ്ട് മീൻ കട്ട് ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്താൽ മാത്രം മതി. ചൂരയോ അതുപോലെ എന്തെങ്കിലും വലിയ മീനൊക്കെ ആണെങ്കിൽ ഇതുപോലെ മീൻ കൊണ്ടുവരുന്ന ചേച്ചി തന്നെ കട്ട് ചെയ്ത് തരാറുണ്ട്. ഇന്നും വറുത്തരച്ചാണ് കറി വെക്കാൻ പോകുന്നത്. അനിയനൊരു കട്ടൻ ചായ ഇട്ടിരുന്നു. എനിക്ക് കട്ടൻ ചായ അത്ര ഇഷ്ടമല്ല, അത് പറഞ്ഞെങ്കിലും നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പൊടികളോടൊപ്പം ഇതുപോലെ തേങ്ങയും ഉള്ളിയൊക്കെ വറുത്ത് വയ്ക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. പക്ഷേ തേങ്ങ ഇങ്ങനെ വറുത്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പൊടികളൊക്കെ ചേർത്തത്. അങ്ങനെ കടിഞ്ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കറി അടുപ്പിലായിരുന്നു. അതിനോടൊപ്പം മോൾക്കുള്ള കുറുക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. കറി തിളച്ച് വന്നപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നീട് മഴ പെയ്യുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം വെയിലും കൂടെ ഉണ്ടായിരുന്നു. പണ്ട് ഇതിനെ കുറുക്കൻ്റെയും കാക്കയുടെയും കല്യാണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. വൈകുന്നേരം കഴിഞ്ഞപ്പോൾ മോളെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടറെയും കണ്ട് മരുന്ന് വാങ്ങിച്ച് പുറത്തിരിക്കുമ്പോഴാണ് ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് വന്ന് ഞങ്ങളോട് ഇത് അമ്മത്തൊട്ടിലിൽ നിന്ന് വന്ന കുട്ടിയാണോ എന്ന് ചോദിച്ചത്. ആദ്യം അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അവിടുത്തെ സംരക്ഷണയിലുള്ള ഒരു കുഞ്ഞിനെ അവിടുത്തെ സ്റ്റാഫുകളിൽ ആരോ നുള്ളി മുറിവേൽപ്പിച്ചിരുന്നു. ആ കുട്ടിയെ ചെക്കപ്പിനായിട്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു. ഉമ്മ ഹെൽത്തിൽ ID കാർഡ് ഇട്ടിരുന്നു. അപ്പോൾ അവർ കരുതിയത് നമ്മൾ രണ്ടുപേരും അവിടുന്ന് വന്ന ആൾക്കാരാണെന്നാണ്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കണ്ടിരുന്നു. അച്ഛനും അമ്മയ്ക്കും കുട്ടിയെ വേണ്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ വളർത്താൻ കഴിയാത്തത് കൊണ്ടോ, കാരണം എന്ത് തന്നെയോ ആയിക്കോട്ടെ, ആ കുട്ടികളെ കൊല്ലാതെ അമ്മത്തൊട്ടിൽ അവർ ഉപേക്ഷിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ അവർ സന്തോഷത്തോടെ വളരുമെന്നോ ഒക്കെ കരുതിയിട്ടാണ്. ജനിപ്പിച്ച അച്ഛനമ്മമാർ ഉപേക്ഷിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ കുഞ്ഞുങ്ങളെ ആർക്കും ഉപദ്രവിക്കാനുള്ള അവകാശമില്ല. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലെ ജോലിക്കാരെ നിയമിക്കുമ്പോൾ അവർ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ളവരല്ല എന്ന് അധികൃതർ ഉറപ്പുവരുത്തേണ്ടതാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങളൊരു പപ്പായ വാങ്ങിച്ചിരുന്നു. എനിക്കിഷ്ടമുള്ള ഫ്രൂട്ട്സുകളിൽ ഒന്നാണിത്. പണ്ട് എൻ്റെ വീട്ടിലൊരു കപ്പയ്ക്ക മരം ഉണ്ടായിരുന്നു. അപ്പോൾ പോലും ഇതിനോടുള്ള പ്രിയത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഹസ്ബൻഡിന് കഴിക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കാടമുട്ട എടുത്ത് പുഴുങ്ങിയിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇന്ന് എടുത്തിരുന്നുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.